CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മലബാർ കലാപചരിത്രവുമായി ബന്ധപ്പെട്ട സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിന്റെ ദിശാബോധമുള്ള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവറുകളെ, ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ അവറുകളെ, ഈ സെമിനാറിൽ പണ്ഡിതോജ്വലമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സന്നിഹിതരായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും തിരൂരങ്ങാടി PSMO കോളേജിലെ ചരിത്ര വിഭാഗം തലവനായി വിരമിച്ച വ്യക്തിയുമായ, ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന മൈനോറിറ്റി PSC പരിശീലന പരിപാടിയുടെ കേന്ദ്രത്തിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ PP അബ്ദുൾ റസാഖ് സാർ അവറുകളെ, ഏറെക്കാലം പല സർവകലാശാലകളുടെയും അമരത്തുണ്ടായിട്ടുള്ള ഡോക്ടർ പ്രസാദ്, എനിക്കേറെ സ്നേഹ ബഹുമാനങ്ങളുള്ള സഖാവ് KT കുഞ്ഞിക്കണ്ണൻ, ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷൻ അവറുകൾ, വേദിയിലെ സഖാക്കൾ, നല്ലവരായ സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 1921 മലബാർ കലാപം മാപ്പിള ലഹളയാണ് എന്ന് ബ്രിട്ടീഷുകാരാണ് പറഞ്ഞു പ്രചരിപ്പിച്ചത്. 1857 ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഏതാനും ചില പട്ടാളക്കാർ പങ്കെടുത്ത സമരമായിരുന്നു എന്ന നിലയിലാണ് ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാര് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഏതാനും ചില പട്ടാളക്കാർ നടത്തിയ സമരം എന്ന നിലയിൽ ശിപ്പായി ലഹള എന്ന് വിളിച്ചവർ തന്നെയാണ് 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്തത് മഹാഭൂരിഭാഗം മാപ്പിളമാരായിട്ടുള്ള കർഷകരും കുടിയാന്മാരുമായിരുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ അതിനെ മാപ്പിള ലഹള എന്ന് നാമകരണം ചെയ്ത് ദുഷ്പ്രചരണം നടത്തിയത്. 1830-കൾക്ക് ശേഷം 1921 വരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി കാർഷിക കലാപങ്ങൾ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ നടന്നിട്ടുണ്ട്. ഒട്ടനവധി ആളുകൾ അതിൽ മരണപ്പെട്ടിട്ടുണ്ട്. ചെമ്പൻ പോക്കലും മത്തൻകുരുക്കളും ഉൾപ്പെടെ പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്ന മാപ്പിള പോരാളികളെല്ലാം അത്തരം ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ സജീവമായി പങ്കുകൊണ്ടവർ ആയിരുന്നു. 21 ബ്രിട്ടീഷ് വിരുദ്ധ മുന്നേറ്റത്തെ വർഗീയ കലാപം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ ആസൂത്രിതമായി ചില നീക്കങ്ങൾ RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത് അർദ്ധ RSS മനോഭാവമുള്ള കോൺഗ്രസിന്റെ പല നേതാക്കളും പിൽക്കാലത്ത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ചരിത്ര വസ്തുത. 1921 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് കോൺഗ്രസ് ആണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ വ്യാപകമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിന്
ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചാൽ പ്രയോജനപ്പെടും എന്ന് കണക്ക് കൂട്ടുകയും കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് സമാരംഭം കുറിക്കണമെന്ന് തീരുമാനിക്കുകയുമാണ് ഉണ്ടായത്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാര് യുദ്ധം ജയിച്ചാൽ തുർക്കിയിലെ ഖിലാഫത്ത് നിലനിർത്തും എന്ന് അവർ വാഗ്ദാനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും മുസ്ലിം പോരാളികൾ പോവുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധം ബ്രിട്ടീഷുകാർ ഉൾക്കൊള്ളുന്ന സഖ്യം വിജയിച്ചു. പക്ഷേ സായിപ്പന്മാര് കൊടിയ വഞ്ചന കാണിച്ചു. തുർക്കി ഖിലാഫത്തിനെ സംരക്ഷിക്കുന്നതിന് പകരം ഖിലാഫത്ത് എന്നേക്കുമായി ഇല്ലാതാക്കി. ഇതിൽ വലിയ അസംതൃപ്തി ലോകവ്യാപകമായിട്ട് തന്നെ നിലനിന്നിരുന്നു. ഇന്ത്യയിലും അതിന്റെ അനുരണനങ്ങൾ അങ്ങിങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ആ അസംതൃപ്തിയെ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ സമര പോരാട്ടത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മളുടെ രാജ്യത്ത് കൊടുമ്പിരി കൊള്ളുന്ന സ്ഥിതി ഉണ്ടായത്. മഹാത്മാഗാന്ധിയുടെയും മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിയ പ്രചരണ പരിപാടികൾ അതിലേക്കായി സംഘടിപ്പിക്കപ്പെട്ടു. കോഴിക്കോട് കടപ്പുറത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി എത്തി. അന്ന് ഗാന്ധിജിയുടെ പ്രസംഗം കേൾക്കാൻ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ നിന്ന് നൂറുകണക്കിന് മാപ്പിള പോരാളികൾ, കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ എത്തുകയുണ്ടായി. അക്കൂട്ടത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും ഉണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമുദായിക വികാരം, വർഗീയ ഭാവം ആ കാലത്ത് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ മുസ്ലിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു എങ്കിൽ അവര് കോൺഗ്രസിലല്ലായിരുന്നു അണിനിരക്കുക. 1906 ആഗാഖാന്റെ നേതൃത്വത്തിൽ സർവ്വ മുസ്ലിം ലീഗ് ഢാക്കയിൽ വെച്ച് രൂപീകൃതമായിരുന്നു. 1915 സർവ്വ മുസ്ലിം ലീഗിന് മുസ്ലിം സാന്ദ്രീകൃതമായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ നല്ല വേരോട്ടം കിട്ടി. പക്ഷേ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ, മലബാറിൽ സർവ്വ മുസ്ലിം ലീഗിന് ഒരു യൂണിറ്റ് പോലും രൂപീകരിക്കാൻ 1930 വരെ സാധിച്ചില്ല. മറ്റു പല മുസ്ലിം സാന്ദ്രീകൃത പ്രദേശങ്ങളിൽ നിന്നും ഭിന്നമായി ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാരായിട്ടുള്ള മുസ്ലിങ്ങൾ സർവ്വ മുസ്ലിം ലീഗിനെ വരിക്കുന്നതിന് പകരം ദേശീയ പ്രസ്ഥാനമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് വെക്കാനാണ് ആഗ്രഹിച്ചത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി കറകളഞ്ഞ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിന്റെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം 8 കിലോമീറ്റർ നടന്നുപോയത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആലി മുസ്ലിയാർ തന്റെ ജീവിതാവസാനം വരെ ഖദർ വസ്ത്രം മാത്രം ധരിച്ച മുസ്ലിം പണ്ഡിതനായിരുന്നു. ഗാന്ധിജിയോട് വലിയ അനുഭാവമുള്ളയാളായിരുന്നു ആലി മുസ്ലിയാർ. കോൺഗ്രസുകാരനായിരുന്നു ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാരുടെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും മനസ്സിന്റെ ഉള്ളിൽ വല്ല സാമുദായിക സ്പിരിറ്റും ഉണ്ടായിരുന്നു എങ്കിൽ
അവര് കോൺഗ്രസിലല്ലല്ലോ അണിനിരക്കേണ്ടിയിരുന്നത്. 1906 ഡാക്കയിൽ വെച്ച് രൂപീകൃതമായ സർവേന്ത്യ മുസ്ലിം ലീഗ് 1915 ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശക്തിപ്പെട്ട ചരിത്ര പശ്ചാത്തലത്തിൽ അവർ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് ഉണ്ടാക്കുകയും അതിന്റെ മലബാറിലെ മദിരാശി പ്രസിഡൻസിയിലെ മുടിചൂടാമന്നന്മാരായ നേതാക്കന്മാരുമാവുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിള മുസ്ലിം കർഷകരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കൂടെ അടിയുറപ്പിച്ച് നിർത്തുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുകയും ചെയ്തു. 1921 മലബാറിൽ നടന്ന കാർഷിക കലാപം അതിന്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള അവസ്ഥയിൽ എത്തി. സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ മുന്നണി പോരാളിയും സർവസ്വവുമായി പിന്നീട് മാറിയ മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസ് ആയിരുന്നു. 1921 ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ് ആരംഭിച്ചു എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് മുഹമ്മദ് അലി ജിന്ന രാജിവെച്ചു പോയത്. മതപരമായിട്ടുള്ള ഒരു വിഷയം, ഒരു മുസ്ലിം ഇഷ്യൂ കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പാർട്ടി ഏറ്റെടുക്കാൻ പാടില്ല എന്നതായിരുന്നു മുഹമ്മദ് അലി ജിന്നയുടെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. അങ്ങനെ കോൺഗ്രസ് വിട്ടുപോയ മുഹമ്മദ് അലി ജിന്ന പിൽക്കാലത്ത് സർവേന്ത്യ മുസ്ലിം ലീഗിൽ ചേർന്നു. അതിന്റെ തലപ്പത്ത് വന്നു. 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്ത ധീര രക്തസാക്ഷികളുടെ വലിയൊരു ദുരന്തമായി എനിക്ക് തോന്നാറുള്ളത് അവരെ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുപോലെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ്. 1921 മലബാർ കലാപത്തെ അനുകൂലിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല, സർവേന്ത്യ മുസ്ലിം ലീഗും തയ്യാറായില്ല. 1947 വരെയുള്ള സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രമേയങ്ങൾ മുഴുവൻ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു പ്രമേയത്തിൽ മലബാറിലെ കാർഷിക കലാപത്തിൽ പങ്കെടുത്ത ധീര രക്തസാക്ഷിത്വം വരിച്ചവരെ അവരംഗീകരിച്ചിട്ടുണ്ടോ? ഇവിടെ ദുരിതമനുഭവിച്ച ജനങ്ങളോട് കോൺഗ്രസോ സർവേന്ത്യ മുസ്ലിം ലീഗോ അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുപോലെ കൈയൊഴിഞ്ഞ സമരമാണ് 1921 മലബാറിൽ നടന്നത്. എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും അവർ. തങ്ങൾ വിശ്വസിച്ച് അണിനിരന്ന പാർട്ടി ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തങ്ങളെ പിന്തുണച്ചില്ല എന്നുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഏറനാട്ടിലെയും മാപ്പിളമാരെ, വള്ളുവനാട്ടിലെ മാപ്പിളമാരെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും. മഹാത്മാഗാന്ധി 1921 മലബാർ കലാപത്തെ തള്ളിപ്പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഡോക്ടർ BR അംബേദ്കർ 21 കലാപത്തെ തള്ളിപ്പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. തള്ളിപ്പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും. എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു? ജന്മിമാർക്ക് അനുകൂലമായി എക്കാലത്തും നിലനിന്നിരുന്ന കോൺഗ്രസിന്റെ കേരള പ്രദേശ് നേതാക്കന്മാർ 21 കലാപത്തെ സംബന്ധിച്ച് തെറ്റായ വിവരമാണ് ദേശീയ പാർട്ടിയായിരുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1921 കലാപത്തെ തള്ളിപ്പറയാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും മഹാത്മാഗാന്ധിയും തയ്യാറായത്. 1921 ഈ സമരം നടക്കുന്ന കാലത്ത് സർവേന്ത്യ മുസ്ലിം ലീഗിന് ഒരു യൂണിറ്റ് പോലും ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കോൺഗ്രസുകാരായിരുന്നു.
എന്തൊക്കെ കള്ളപ്രചരണങ്ങളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നത്? ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ വാഗൺ ട്രാജഡി ദുരന്തത്തെക്കുറിച്ച്. വാഗൺ ട്രാജഡി ദുരന്തം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. തിരൂരിൽ നിന്ന് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കുത്തിനിറച്ച് ഒരു വാഗൺ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. അത് വഴിക്ക് വെച്ച് തുറന്നു നോക്കിയപ്പോഴാണ് ഏതാണ്ട് 70ഓളം ആളുകൾ ശ്വാസം മുട്ടി മരിച്ചത് അധികാരികളുടെ ശ്രദ്ധയിൽ വരുന്നത് ലോകം ഞെട്ടലോടുകൂടി കേട്ടത്. മാപ്പിള കലാപകാരികളെ കുത്തിനിറച്ചാണ് കോയമ്പത്തൂരിലേക്ക് തിരൂരിൽ നിന്ന് വാഗൺ പോയത്. ഇതൊരു ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു എങ്കിൽ, മാപ്പിളമാര് നടത്തിയ ഒരു സമരമായിരുന്നു ഹിന്ദുക്കൾക്കെതിരായിട്ട് എങ്കിൽ, എങ്ങനെയാണ് സമരക്കാരായിട്ടുള്ള പോരാളികളെ കുത്തിനിറച്ച വാഗണിൽ 4 ഹിന്ദു സഹോദരന്മാരെ കുത്തിനിറച്ചു കൊണ്ടുപോയി? വാഗൺ ട്രാജഡി ദുരന്തത്തിൽ മരണപ്പെട്ടവർ മുസ്ലിങ്ങൾ മാത്രമല്ല, 4 ആളുകൾ ഹൈന്ദവ സമുദായത്തിൽപ്പെടുന്നവരായിരുന്നു. പാട്ടക്കുടിയാന്മാരായിരുന്ന അച്യുതൻ നായർ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തി പിടിക്കപ്പെട്ട് മാപ്പിള സമരക്കാരുടെ കൂടെ, കലാപകാരികളുടെ കൂടെ കോയമ്പത്തൂരിലേക്ക് കുത്തിനിറച്ച് കൊണ്ടുപോകപ്പെട്ട വാഗണിൽ ഉൾപ്പെട്ടയാളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ശങ്കരൻ നായർ, അദ്ദേഹവും പാട്ടക്കുടിയാനായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മാപ്പിള കലാപകാരികളുടെ കൂടെ, സമരക്കാരുടെ കൂടെ അദ്ദേഹത്തെയും കോയമ്പത്തൂരിലേക്ക് അതേ വാഗണിൽ കുത്തിനിറച്ച് നാട് കടത്തി. അദ്ദേഹം മരണപ്പെട്ടു വാഗൺ ട്രാജഡി ദുരന്തത്തിൽ, ആ കൂട്ടക്കൊലയിൽ. ഉണ്ടിപ്പുറയൻ എന്ന് പറയുന്ന തട്ടാൻ, ചെട്ടിച്ചിപ്പു എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെടുന്ന കർഷക തൊഴിലാളി, ഇവരെയൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് മാപ്പിള സമരക്കാരും കലാപകാരികളുമായിരുന്നവരെ കൊണ്ടുപോയിരുന്ന വാഗണിൽ കുത്തി നിറച്ച് കയറ്റിയത്. 1921 നടന്നത് ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു എങ്കിൽ എന്തിനാണ് അച്യുതൻ നായരെ മാപ്പിളമാരെ കയറ്റിയ വാഗണിൽ കയറ്റി കോയമ്പത്തൂരിലേക്ക് അയച്ചത്? അദ്ദേഹവും ശ്വാസം മുട്ടി മരിച്ചില്ലേ മാപ്പിള പോരാളികളുടെ കൂടെ? ശങ്കരൻ നായരെ എന്തിനാ വാഗണിൽ കയറ്റി അയച്ചു? ഉണ്ണിപ്പുറയനെയും ചെട്ടിച്ചിപ്പുവിനെയും എന്തിന് ആ വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് നാട് കടത്താൻ വേണ്ടി നോക്കി? 21 കലാപം ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. നീണ്ട 14 വർഷം 21 സമരത്തിൽ, കലാപത്തിൽ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ മാപ്പിള പോരാളികളെ സംരക്ഷിച്ചു, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് MP നാരായണ മേനോൻ. കോൺഗ്രസിന്റെ നേതാവായിരുന്നു MP നാരായണ മേനോൻ. ഹിന്ദുക്കൾക്കെതിരായി മാപ്പിളമാർ നടത്തിയ സമരമായിരുന്നു 21 MP നാരായണ മേനോൻ 14 കൊല്ലം ജയിൽവാസം അനുഷ്ഠിച്ചത് എന്തിനു വേണ്ടി? ഹിന്ദു വിരുദ്ധ സമരമായിരുന്നെങ്കിൽ MP നാരായണ മേനോൻ മാപ്പിളമാരെ സഹായിക്കുമായിരുന്നോ? മാപ്പിളമാരുടെ കൂടെ നിൽക്കുമായിരുന്നോ? സമരത്തിന്റെ ആ ഘട്ടത്തിൽ തനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നാരായണ മേനോൻ മാപ്പിളമാരെ സഹായിച്ചത് എങ്കിൽ, പിടിക്കപ്പെട്ടതിന് ശേഷം തെറ്റ് ബോധ്യമായപ്പോ അത് തിരുത്തി സവാർക്കറെ പോലെ മാപ്പെഴുതി കൊടുത്ത് അദ്ദേഹം ജയിൽ മോചിതനാകുമായിരുന്നില്ലേ? ഒരു ദിവസം പോലും തനിക്ക് ലഭിച്ച ശിക്ഷയിൽ ഇളവ് കിട്ടണമെന്ന് പറഞ്ഞ് MP നാരായണ മേനോൻ അധികാരികളെ സമീപിച്ചില്ല. 14 കൊല്ലത്തെ നീണ്ട ജയിൽവാസത്തിന് ശേഷം
മലബാറിലെ മാപ്പിള പോരാളികളെ സഹായിച്ചു എന്നുള്ളതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടത് അഭിമാനമായി കരുതിയ എം പി നാരായണ മേനോൻ ആ സമരം ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ സാക്ഷിയാണ്. എന്തിനായിരുന്നു ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്? മാപ്പിളമാരി ഹിന്ദുക്കൾക്കെതിരായി നടത്തിയ കലാപമായിരുന്നു 21-ലേതെങ്കിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ മാപ്പിളമാരെ സഹായിച്ചു എന്നുള്ളതിന്റെ പേരിൽ ബ്രിട്ടീഷുകാര് വലിച്ചിഴച്ചു കൊണ്ടുപോയി ജയിൽ ശിക്ഷ അനുഭവിപ്പിച്ചത് എന്തിനായിരുന്നു? അത് സംഭവിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, 1921 കലാപത്തിൽ ഒരു വ്യക്തിയോട് സമരക്കാര് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സംഘവും ഏറ്റവും വലിയ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഹിന്ദു ജന്മിയോടായിരുന്നില്ല. ബ്രിട്ടീഷ് അനുകൂലിയായിട്ടുള്ള ഈ ഹിന്ദു മതവിശ്വാസിയോടായിരുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ചേക്കുട്ടി പോലീസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പോലീസിൽ നിന്ന് വിരമിച്ച ഒരാൾ, അദ്ദേഹത്തോടായിരുന്നു ഏറ്റവും വലിയ ക്രൂരത വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സംഘവും ചെയ്തത്. ചേക്കുട്ടി നേരത്തെ ബ്രിട്ടീഷ് പോലീസിൽ പ്രവർത്തിച്ചിരുന്നു. 21 കലാപം നടക്കുന്ന കാലത്ത് പക്ഷെ അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്നില്ല, റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയായിരുന്നു.
ചേക്കുട്ടി പോലീസ് നേരത്തെ ബ്രിട്ടീഷ് പോലീസിൽ ജോലി ചെയ്തിരുന്നയാളായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുന്ന കാലത്താണ് 21 കലാപം നടക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായി. കലാപകാരികളുടെ നീക്കങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അത് പൊളിക്കാനും ചേക്കുട്ടി പോലീസിനെ ഉപയോഗിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പല നീക്കങ്ങളും സമരക്കാരുടേത് ബ്രിട്ടീഷ് പട്ടാളം പൊളിച്ചു. ഇതിൽ കുപിതനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും സംഘവും ഈ ഒറ്റുകാരനെ കശാപ്പ് ചെയ്യാൻ വേണ്ടി ചേക്കുട്ടി പോലീസിന്റെ ആനക്കയത്തെ വീട്ടിലേക്ക് മാർച്ച് ചെയ്ത് പോയി. വീട്ടിന്റെ തട്ടിന്റെ മുകളിൽ ഒളിച്ചിരുന്നിരുന്ന ചേക്കുട്ടി പോലീസിനെ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നു. പരസ്യമായി അദ്ദേഹത്തിന്റെ തല വെട്ടി. ആ തല കുന്തത്തിൽ കുത്തി ആനക്കയത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ നേതൃത്വത്തിൽ മാപ്പിള പോരാളികൾ ഒരു വലിയ ജാഥ നടത്തി. ആ ജാഥക്ക് സ്വീകരണം നൽകാൻ വേണ്ടി ആനക്കയം മുതൽ മഞ്ചേരി വരെ റോഡിന്റെ ഇരു സൈഡുകളിലും ആളുകൾ അത്യാവേശത്തോടെ മുദ്രാവാക്യം മുഴക്കി, ഒറ്റുകാർക്കെതിരെ മുദ്രാവാക്യം മുഴക്കി അണിനിരന്നിരുന്നു എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. 1921 മലബാർ കലാപത്തിൽ ഒരു വ്യക്തിയോട് സമരക്കാർ ഏറ്റവും വലിയ ക്രൂരത ആരോടാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ജന്മിമാരായിട്ടുള്ള ഹിന്ദുക്കളോടല്ല, ഒറ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളോടും അല്ല, ഒറ്റുകാരനായിട്ടുള്ള മുസ്ലിമിനോടാണ്, ചേക്കുട്ടി പോലീസിനോടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. RSSകാർ പറയുന്നുണ്ടല്ലോ, ഏറനാട്ടിലും വള്ളുവനാട്ടിലും ഒരുപാട് ഹിന്ദുക്കളെ കശാപ്പ് ചെയ്തു. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഏറനാട്ടിലും വള്ളുവനാട്ടിലും അകാരണമായി കൊല ചെയ്യപ്പെട്ട ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ബന്ധുമിത്രാദികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ. അവരുടെ ഒരു സംഗമം നടത്താൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? പറ്റോ നിങ്ങൾക്ക്? ഭൂജന്മിമാർക്കെതിരായി സമരം ചെയ്തു. ചൂഷണം സഹിക്കവയ്യാതെ, അവരുടെ അക്രമം സഹിക്കവയ്യാതെ വന്നപ്പോ പോരാടി. അവരിൽ ചിലരെ കൊന്നിട്ടുണ്ടാകും. ഒറ്റുകാരെ വെറുതെ വിട്ടിട്ടുണ്ടാവില്ല. എന്നാൽ സാധാരണക്കാരനും പാവപ്പെട്ടവനുമായിട്ടുള്ള ഒരു ഹിന്ദു മതവിശ്വാസിയെ 1921 മലബാർ കലാപകാരികൾ കൊന്നു എന്നുള്ളതിന് എവിടെ തെളിവ്? 100 കൊല്ലമല്ലേ ആയുള്ളൂ. അവരുടെ 3ാം തലമുറ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ. മാപ്പിളമാര് ഞങ്ങളുടെ മുത്തച്ഛന്മാരെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുതുമുത്തച്ഛന്മാരെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്താണ് ഒരു വലിയ സംഘത്തെ ഈ RSSകാർക്ക് ഇന്നുവരെ ഏറനാട്ടിലും വള്ളുവനാട്ടിലും അണിനിരത്തി ഒരു പ്രദർശന പരിപാടി വെക്കാൻ കഴിയാതെ പോകുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് നടത്തിയിരുന്നു RSSകാര് ഈ സംഗമങ്ങൾ, ഈ ഇരകളുടെ സംഗമങ്ങൾ? മാപ്പിള കലാപകാരികളാൽ അന്യായവും അകാരണവുമായി വധിക്കപ്പെട്ട മനുഷ്യരുടെ കുടുംബക്കാരുടെ സംഗമങ്ങൾ എത്ര തവണ നടത്തിയിട്ടുണ്ടാകും? അവർക്ക് എന്തേ ഇതുവരെ നടത്താൻ സാധ്യമാകാതെ പോയത്? സമരക്കാര് അവരിൽ ചില സാമൂഹ്യദ്രോഹികൾ കടന്നുകൂടി ചില വിക്രിയകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി കൊള്ള നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അവരെ ഏറ്റവും കൂടുതൽ എതിർത്തത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും
ആലി മുസ്ലിയാരുമാണ്. എന്തിനാണ് പാവപ്പെട്ട ആ സമര പോരാളികളെ മോശക്കാരും മ്ലേച്ഛന്മാരും രാജ്യവിരുദ്ധരുമായി RSS മാറ്റി? ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് സമരക്കാർ എന്നാണ് RSSകാർ പ്രചരിപ്പിക്കുന്നത്. ചില ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. 1921 ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സമ്പന്ന വിഭാഗത്തിന്റെ, ബ്രാഹ്മണ വിഭാഗത്തിന്റെ, സവർണ വിഭാഗത്തിന്റെ സ്വകാര്യ സ്വത്തായിരുന്നില്ലേ? എന്നാണ് ഹൈന്ദവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക്, അധസ്ഥിതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം കിട്ടിയത്? ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയുള്ള റോട്ടിലൂടെ നടക്കാനുള്ള അവകാശം 21 ഉണ്ടായിരുന്നോ? ഹൈന്ദവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന അധസ്ഥിതർക്ക്, പാവപ്പെട്ടവർക്ക് 1932 ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്നല്ലേ ആ അവകാശം ലഭിച്ചത്? ആ വിളംബരം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമല്ലേ ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കാൻ, ആരാധന നടത്താൻ ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുമത വിശ്വാസികൾക്കും അവകാശം കിട്ടിയത്? 1921 ക്ഷേത്രങ്ങൾ ഭൂജന്മിമാരുടെ, സമ്പന്നവർഗത്തിന്റെ, സവർണരുടെ സ്വകാര്യ സ്വത്തായിരുന്നു. സ്വാഭാവികമായും അവർ ക്ഷേത്രങ്ങളുടെ മറവിൽ അവരുടെ സമ്പത്ത് ഒളിപ്പിച്ചു വെച്ചപ്പോ, ഒറ്റുകാരായിട്ടുള്ളവർ ക്ഷേത്രങ്ങളിൽ അഭയം തേടിയപ്പോ അത്തരം ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പള്ളികളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. എന്താ RSSകാർ അത് പറയാത്തത്? 21 സമരക്കാരെ ഒറ്റുകൊടുത്ത കൊണ്ടോട്ടി തങ്ങൾ കൊണ്ടോട്ടി പള്ളിയിൽ ഒളിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സംഘവും നേരെ പള്ളിയുടെ അടുത്ത് ചെന്ന് പള്ളി ആക്രമിച്ചു. 1921 മലബാർ കലാപകാരികൾ, മാപ്പിള കലാപകാരികൾ കൊണ്ടോട്ടിപ്പള്ളി ആക്രമിച്ചതിന്റെ അടയാളം ഇന്നുമുണ്ട്. കൊണ്ടോട്ടിപ്പള്ളിയുടെ തൂണുകളിൽ, ചുമരുകളിൽ. തങ്ങളായിരുന്നല്ലോ കൊണ്ടോട്ടി തങ്ങള്, പ്രമാണിയായിരുന്ന തങ്ങളായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു. തങ്ങളാണ്, മുസ്ലിയാരാണ് എന്ന് കരുതി ബ്രിട്ടീഷ് അനുകൂലികളെ വെറുതെ വിട്ടില്ല സമരക്കാർ. അവര് കൊണ്ടോട്ടിപ്പള്ളി ആക്രമിച്ചു, കൊണ്ടോട്ടി തങ്ങളെ പിടികൂടാൻ വേണ്ടി. അപ്പോഴാണ് ബ്രിട്ടീഷുകാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തിരുന്ന ഒരുപാട് തിരകൾ ഒരുമിച്ച് തീതുപ്പും പോലെ വമിക്കുമായിരുന്ന തോക്കുപയോഗിച്ചുകൊണ്ട് അവർ സമരക്കാർക്കെതിരെ വെടിവെച്ചത്. ആ സമയത്താണ് സമരക്കാരിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞത്, കൊണ്ടോട്ടി തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജിന്നിറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പാഞ്ഞോളി എന്ന് പറഞ്ഞുകൊണ്ട് സമരക്കാരിൽ ഒരു വിഭാഗം ആളുകൾ സമരമുഖത്ത് നിന്ന് ഓടിപ്പോയത് ചരിത്രമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. ഒറ്റുകാർ ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ എന്ന് കലാപകാരികൾ നോക്കിയില്ല. അവരുടെ മതം നോക്കി ആരെയെങ്കിലും മാറ്റി നിർത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, 1921 മലബാർ കലാപം ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു എങ്കിൽ ആ കലാപത്തിൽ നശിപ്പിക്കപ്പെടേണ്ടിയിരുന്ന ആദ്യത്തെ സ്ഥാപനം സമരത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന കോട്ടക്കലിലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയായിരുന്നു. PS വാര്യർ എന്ന് പറയുന്ന മഹാൻ ജീവിച്ചിരുന്ന കാലമായിരുന്നു 1921. കോട്ടക്കൽ ആര്യവൈദ്യശാല അതിന്റെ പ്രതാപത്തിലേക്ക് കുതിച്ചുയരുന്ന കാലം. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓടിന് സമരക്കാർ, കലാപകാരികൾ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചു എന്ന് ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? RSSകാർക്ക്, BJPക്കാർക്ക്? 21 കലാപത്തെ ഹിന്ദു വിരുദ്ധ കലാപമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക്? PS വാര്യരുടെ ഒരു ജീവചരിത്ര ഗ്രന്ഥമുണ്ട്, കോട്ടക്കൽ ആര്യവൈദ്യശാല തന്നെ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ 21 കലാപവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ജീവചരിത്രകാരൻ വിശദീകരിക്കുന്നുണ്ട്. ഇടതുപക്ഷ ചരിത്രകാരന്മാർ രചിച്ചിട്ടുള്ള ഗ്രന്ഥമൊന്നുമല്ല, അതല്ലെങ്കിൽ ഈ സമരത്തെ അനുകൂലിക്കുന്ന ആളുകൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥവുമല്ല. ഡോക്ടർ PS വാര്യരുടെ
വൈദ്യരത്നം PS വാര്യരുടെ ജീവചരിത്രം കോട്ടക്കൽ ആര്യവൈദ്യശാല തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു വാചകം ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അത് കണ്ടു നിന്ന ഒരാൾ ആ കാര്യം വിശദീകരിക്കുന്നതാണ് ജീവചരിത്രകാരൻ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടക്കലിനടുത്ത് പുത്തൂരിൽ കലാപകാരികൾ എത്തിയെന്നുള്ള വാർത്ത കാട്ടുതീ പോലെ കോട്ടക്കലിൽ പടർന്നു. ഒരുപാട് മുസ്ലിം മാപ്പിള പടയാളികളുടെ അകമ്പടിയോടുകൂടി സമരക്കാരുടെ നേതാക്കന്മാർ PS വാര്യരെ കാണാൻ ആര്യവൈദ്യശാലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. പൂമുഖത്ത് അവര് കയറാതെ താഴെ തന്നെ നിന്നു. PS വാര്യർ അകത്തളത്തിൽ നിന്ന് പൂമുഖത്തേക്ക് വന്നു. എല്ലാവരുടെയും മുഖത്ത് ആശങ്കയായിരുന്നു, എന്ത് സംഭവിക്കുമെന്നറിയാതെ. വന്നയുടനെ തന്നെ ചിരിച്ച് സമര നേതാക്കളെ അഭിവാദ്യം ചെയ്ത് കയറിയിരിക്കാൻ പറഞ്ഞു. PS വാര്യരുടെ സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമാണ് അവര് അകത്തേക്ക് കയറിയത്, പൂമുഖത്തേക്ക് കയറിയത്. അവരിരുന്നു, അവരോട് സംസാരിച്ചു. PS വാര്യർ ബ്രിട്ടീഷുകാരുടെ ശക്തിയെക്കുറിച്ച് മാപ്പിള കലാപകാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. വലിയ ആയുധ ശക്തിയുള്ളവരാണ് ബ്രിട്ടീഷുകാർ, നിങ്ങൾ അവരോട് സമരം ചെയ്താൽ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉണർത്തി. തങ്ങളുടെ കാരണവന്മാരും വർത്തമാനകാലത്ത് ജീവിക്കുന്നവരായിട്ടുള്ള കർഷകരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ PS വാര്യരുടെ മുമ്പിൽ അവർ നിരത്തി. യാതൊരു മാന്യതയുമില്ലാതെയാണ് ബ്രിട്ടീഷുകാർ പെരുമാറുന്നത്, അതുകൊണ്ട് അവരോട് യുദ്ധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ശഠിച്ചു പറഞ്ഞു അവർ. സമരക്കാര് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ PS വാര്യർ അകത്തേക്ക് പോയി 500 രൂപ എടുത്തു കൊണ്ടുവന്ന് ഈ 21 കലാപകാരികളുടെ നേതാക്കന്മാരുടെ കയ്യിൽ കൊടുക്കുകയാണ് സംഭാവനയായിട്ട്. 1921 മലബാർ കലാപം ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു എങ്കിൽ വൈദ്യരത്നം PS വാര്യർ 500 രൂപ ആ കാലത്ത് സമരക്കാർക്ക് സംഭാവന കൊടുക്കുവോ? 500 രൂപയ്ക്ക് പുറമെ 3 ചാക്ക് നെല്ലും കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടുകൂടി പറഞ്ഞയച്ചു. 1921 മലബാർ കലാപ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. കോട്ടക്കൽ ആര്യവൈദ്യശാലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചോ? കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓടെങ്കിലും സമരക്കാരായിട്ടുള്ള മാപ്പിള പോരാളികൾ കല്ലെടുത്തെറിഞ്ഞ് തകർത്തു എന്ന്, പൊട്ടിച്ചു എന്ന് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഈ RSSകാർക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ഈ പണി മതിയാക്കുമെന്ന് കള്ളപ്രചരണമാണ് ഇവർ നടത്തുന്നത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ മലപ്പുറത്തെ കുന്നിൻ ചെരുവിലിട്ട് വെടിവെച്ച് കൊന്നു. മൃതദേഹം കുടുംബങ്ങൾക്ക് കൊടുത്തില്ല. അതെവിടെയോ കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ തുണ്ടം തുണ്ടമാക്കി കത്തിച്ചു കളഞ്ഞു എന്നും കടലിലെറിഞ്ഞു എന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. അത്രയും വലിയ ക്രൂരതയാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന ധീരനായ രക്തസാക്ഷിയോട് ബ്രിട്ടീഷ് പട്ടാളം ചെയ്തത്. ആലി മുസ്ലിയാരെ തൂക്കിലേറ്റി നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. കോയമ്പത്തൂരിൽ അടക്കം ചെയ്തു. ആലി മുസ്ലിയാരുടെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും കുടുംബക്കാരെ ആൻഡമാനിലേക്കും കോയമ്പത്തൂരിലേക്കും നാടുകടത്തി. ആ പാവം മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ നിന്ദിക്കാതിരിക്കാനെങ്കിലും ഇവർക്ക് സാധിക്കട്ടെ. RSSകാർക്ക്, BJPക്കാർക്ക്, സംഘപരിവാർ ശക്തികൾക്ക് ആദ്യം മുതൽ അവസാനം വരെ 100 കൊല്ലത്തിനിടയിൽ ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഒരേ നിലപാട് ഉയർത്തിപ്പിടിച്ച ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കാൻ സാധിക്കും ഓരോ ചരിത്ര വിദ്യാർത്ഥിക്കും. 1921 മലബാർ കലാപകാരികൾ, ആ സമരത്തിൽ പങ്കെടുത്തവർ, അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് ആരംഭം മുതൽ പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സഖാവ് EMSഉം സഖാവ് AKജിയും അവരാണ് കോൺഗ്രസിനോടും ലീഗിനോടും ചോദിച്ചത്,
കോൺഗ്രസ് ലീഗ് നാടിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതി മരിച്ച ധീര രക്തസാക്ഷികളെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. 1972 വരെ നീണ്ട 25 കൊല്ലക്കാലം 21 മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി നമ്മളുടെ കോൺഗ്രസ് സർക്കാർ, സ്വാതന്ത്ര്യാനന്തര കോൺഗ്രസ് സർക്കാർ അംഗീകരിച്ചില്ല. വാര്യംകുന്നത്തിനെയും ആലി മുസ്ലിയാരെയും ഉൾപ്പെടെ ധീരരായിട്ടുള്ള 400ഓളം വരുന്ന ധീര രക്തസാക്ഷികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായും അംഗീകരിച്ചില്ല. അവരുടെ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ നൽകിയില്ല. 1972 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെയും നിരന്തരമായ ആവശ്യങ്ങളെ തുടർന്ന് 1921 മലബാർ കലാപത്തെ ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചത്. ആലി മുസ്ലിയാരെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും 400ഓളം ധീരന്മാരായിട്ടുള്ള മാപ്പിള പോരാളികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത്. അന്ന് മുതൽക്കാണ് അവർക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങിയത്. അവരുടെ കുടുംബങ്ങൾക്ക്, അതിൽ പങ്കെടുത്തവർക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങിയത് 1972 മുതൽക്കാണ്. ഇന്ത്യയുടെ ചരിത്ര ഗവേഷണ കൗൺസിൽ അവരാണല്ലോ ഇപ്പോ ഇന്ത്യ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെയൊക്കെ പേര് വെട്ടണം, മലബാർ കലാപ സംഭവത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. ഇതേ ചരിത്ര ഗവേഷണ കൗൺസിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രൂപീകരിച്ചപ്പോ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം ഇന്ത്യയുടെ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വം കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ നെഹ്റുവിന് വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. അന്ന് നെഹ്റു പറഞ്ഞ മറുപടിയുണ്ട്. അതിന് ഒരു മതത്തോടും ആഭിമുഖ്യമില്ലാത്തവർ രാജ്യത്തിന്റെ ചരിത്രം രചിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തോട് അവർ അന്യായമായ ആഭിമുഖ്യം സ്വാഭാവികമായും പുലർത്തും, അത് നാടിന്റെ ചരിത്രത്തെ വികലമാക്കും. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് ഇന്ത്യയുടെ ചരിത്രം പക്ഷപാതമില്ലാതെ, ഒരു മതത്തോടും ആഭിമുഖ്യമില്ലാതെ എഴുതിയത്. അതേ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് പ്രാമുഖ്യമുള്ള ചരിത്ര ഗവേഷണ കൗൺസിലാണ് 1950 മുതൽ 1972 വരെ കോൺഗ്രസ് സർക്കാരിനോട്, കോൺഗ്രസിനോട് സഖ്യമുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന വിഭാഗത്തോട് നിരന്തരമായി ആവശ്യപ്പെട്ടത് മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിക്കണം, മലബാർ കലാപ രക്തസാക്ഷികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കണം. അങ്ങനെ സ്വാതന്ത്ര്യാനന്തരം 25 കൊല്ലം കഴിഞ്ഞാണ് ഈ സമരത്തെയും സമര പോരാളികളെയും കോൺഗ്രസും കോൺഗ്രസിന്റെ ഇന്ത്യ ഗവൺമെന്റും അംഗീകരിച്ചത് എന്ന് നിങ്ങൾ ഓർക്കുക. ഇപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാര്, എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാര് ഈ സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ ചരിത്ര ഗവേഷണ കൗൺസിലിൽ കഷായത്തിൽ ചേർക്കാൻ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനില്ല. രണ്ടാം മോദി സർക്കാർ വന്നപ്പോ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനെയും വെട്ടിമാറ്റി ചരിത്ര ഗവേഷണ കൗൺസിലിൽ നിന്ന്. എന്നിട്ടാണ് അവർ തീരുമാനമെടുത്തത്. സ്വാതന്ത്ര്യാനന്തരം 25 കൊല്ലം കാത്തിരുന്നിട്ടാണ് 1921 മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കപ്പെട്ടതെങ്കിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും 400ഓളം വരുന്ന ധീരന്മാരായിട്ടുള്ള രക്തസാക്ഷികളും സ്വാതന്ത്ര്യ സമര സേനാനികളായി വാഴ്ത്തപ്പെട്ടതെങ്കിൽ ഞങ്ങൾക്കിനിയും പ്രതീക്ഷയുണ്ട്. കാലം ഇനിയും മുന്നോട്ടു പോകും. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് പ്രാമുഖ്യമുള്ള ചരിത്ര ഗവേഷണ കൗൺസിൽ ഇന്ത്യയിൽ വീണ്ടും രൂപീകരിക്കപ്പെടും. അന്ന് ഈ ബിജെപിക്കാരും RSSകാരും വെട്ടിമാറ്റിയ മലബാർ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിക്കും. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും ആലി മുസ്ലിയാരെയും 400ഓളം വരുന്ന ധീര രക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളായി ഈ നാട് ആദരിക്കും.
ഒരു ചെറിയ ഇടവേളക്ക് നമുക്ക് ചെവി കൊടുക്കാം. ഈ ഇടവേള കഴിഞ്ഞ് വസന്തം വരും. അന്ന് ഈ വികലമായ ചരിത്രം തിരുത്തപ്പെടും. ഒരു സംശയവും ആർക്കും വേണ്ട. എനിക്ക് ഈ നാട്ടിലെ മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും മാലി മുസ്ലിയാരെയും ആഘോഷിക്കരുത്. ധീരന്മാരായിട്ടുള്ള രക്തസാക്ഷികളെ നിങ്ങൾ ഒരിക്കലും കൊണ്ടാടരുത്. കാരണം നിങ്ങൾ കൊണ്ടാടിയാൽ നിങ്ങളുടെ ഭാഗമായിരുന്നു അവർ എന്ന് ഈ നാട്ടിലെ ആളുകൾ തെറ്റിദ്ധരിക്കും. ദയവ് ചെയ്തത് ചെയ്യരുത്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളോട് എനിക്ക് അതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കോ. ആലി മുസ്ലിയാരെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും 921 ധീരന്മാരായിട്ടുള്ള രക്തസാക്ഷികളെയും നിങ്ങളുടെ ആളുകളായി അല്ലെങ്കിൽ അവരുടെ ഒരു സ്പോൺസർമാരായി നിങ്ങൾ വരുന്ന സ്ഥിതി ഉണ്ടാവരുത്. കാരണം നിങ്ങൾക്കൊന്നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ യാതൊരു പങ്കും ഉണ്ടായിട്ടില്ല. ഹിന്ദു മഹാസഭ, RSS, ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെ ഒന്നും നേതാക്കന്മാർ, സർവ്വ മുസ്ലിം ലീഗ്, ഇവരുടെ ഒന്നും നേതാക്കന്മാർ ബ്രിട്ടീഷുകാര് അറസ്റ്റ് ചെയ്ത് ഒരു നിമിഷം പോലും ജയിലിൽ കിടന്നിട്ടില്ല. ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലും അവർ പങ്കെടുത്തിട്ടില്ല. 1945 ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമാകുന്നത്. മൗലാന മൗദൂദിയാണ് ആ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. മൗലാന മൗദൂദി വലിയ പ്രസംഗകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. പട്ടാൻകോട്ടിലെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ പ്രസംഗം നടത്തിയിരുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം. മൗലവി അഹമ്മദുള്ളയടക്കം ആയിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന കാലമായിരുന്നു 1857 മുതൽ 1947 വരെയുള്ള 90 വർഷം. ഒരു ഖുതുബ പ്രസംഗത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ, താൻ എഴുതിയ പുസ്തകത്തിൽ ഒരു വരി ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി എന്നുള്ളതിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിരുന്ന മൗലാന മൗദൂദിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ശിക്ഷിക്കുകയോ അദ്ദേഹത്തിനെതിരായി ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയോ ചെയ്തിട്ടില്ല. സർവ്വ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ത്യ ഗവൺമെന്റ്? മുഹമ്മദ് അലി ജിന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി എന്നുള്ളതിന്റെ പേരിൽ, ആ ആവശ്യം മുന്നോട്ട് വെച്ചു എന്നുള്ളതിന്റെ പേരിൽ? RSSന്റെ നേതാക്കന്മാര് ജയിലിലടക്കപ്പെട്ടിട്ടുണ്ടോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ചു, പൊരുതി എന്നുള്ളതിന്റെ പേരിൽ? ഇല്ല കൂട്ടരെ. ഞാൻ ഇവരെയൊക്കെ വെല്ലുവിളിക്കുന്നു. RSSനെ വെല്ലുവിളിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ വെല്ലുവിളിക്കുന്നു, സർവ്വ മുസ്ലിം ലീഗ്, അന്നത്തെ സർവ്വ മുസ്ലിം ലീഗ്, ആ സർവ്വ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ പിന്തുണക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ആളുകളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജയിലിലടക്കുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്തിട്ടുണ്ടോ? ഒരാളെയും തൂക്കിക്കൊല്ലുകയോ ജയിലിലടക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ദയവ് ചെയ്ത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും പിതൃത്വം ഏറ്റെടുക്കരുത്. അവരുടെ സമര പാരമ്പര്യത്തിന്റെ വർത്തമാനകാല ജേതാക്കളും അതിന്റെ പ്രണേതാക്കളും തങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കരുത്. അത് വാരിയംകുന്നത്തിനെയും ആലി മുസ്ലിയാരെയും ധീരന്മാരായിട്ടുള്ള രക്തസാക്ഷികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള എന്റെ വിനീതമായ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട്, എനിക്ക് ശേഷം ചരിത്രകാരന്മാരായിട്ടുള്ള 2 പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനിരിക്കുന്നു എന്നുകൂടി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ചരിത്രകാരൻ ഡോക്ടർ CP സാഹിബ്